അപ്പോൾ നമ്മൾ 266ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. സിംറ്റംസ് ഓഫ് ഓസ്റ്റിയോപൊറോസിസ് ആർ ബോൺസ് ഡിറ്റോറിയേഷൻ ആസ് ദേ ബിക്കം പോർസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ളതായിരിക്കാം ചോദ്യം വരുന്നത്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസിൻ്റെ സിംറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ആർ ബോൺ ഡിറ്റോറിയേഷൻ, അതായത് ഈ അസ്ഥികൾ നശിക്കുകയും അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അവയിൽ സുഷിരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ആൻഡ് ബിക്കം പോർസ്, അതായത് സുഷിരങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ സുഷിരങ്ങൾ ഉള്ളതായിത്തീരുക. ഡിറ്റോറിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നശിക്കുക, ബിക്കം പോർസ് എന്ന് വെച്ചാൽ സുഷിരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, സിംറ്റം എന്ന് വെച്ചാൽ ലക്ഷണങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസിൻ്റെ ലക്ഷണങ്ങൾ എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇനി 267 ദ കോസ് ഓഫ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ഓക്കെ, നമ്മളോട് പറയുന്നത് കോസ് എന്ന് വെച്ചാൽ കാരണം. എന്തിൻ്റെ? റുമാറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ ഈസ് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ട്രോയ്സ് ദെയർ കാറ്റ്ലീജസ് ആൻഡ് സൈനോവിയൽ മെംബ്രൈൻ. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ എന്താണ്? തരുണാസ്ഥിയെയും സൈനോവിയൽ സ്ഥലത്തെയും ആര് നശിപ്പിക്കുന്നു? നമ്മളുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശക്തി നൽകുന്ന നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രതിരോധ ശക്തികൾ നൽകുന്ന പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുന്നു? തരുണാസ്ഥിയെയും സൈനോവിയൽ സ്ഥലത്തെയും നശിപ്പിക്കുന്നു. അങ്ങനെ നശിപ്പിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നത്. ഓക്കെ, സിംറ്റം എന്ന് വെച്ചാൽ ലക്ഷണങ്ങൾ എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾക്കറിയാമല്ലോ, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന രോഗമാണുള്ളത്. അതിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സാധനത്തിന് അല്ലെങ്കിൽ കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി, ഡിസ്ട്രോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നശിപ്പിക്കുക എന്നുള്ളതാണ്. കാറ്റ്ലീജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തരുണാസ്ഥികളും അതുപോലെ തന്നെ സൈനോവിയൽ മെംബ്രൈനെയും നശിപ്പിക്കുന്നതാണ് എന്തിന്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസിന് കാരണമായി തീരുന്നത്. ഇനി 268 സിംറ്റംസ് ഓഫ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഈസ് സിവിയർ പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻ ദ ജോയിൻറ്റ്സ്. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ സിംറ്റം അല്ലെങ്കിൽ കാരണം അല്ലെങ്കിൽ സിംറ്റം അല്ലെങ്കിൽ ലക്ഷണം എന്ന് പറയുന്നത് എന്തായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സിവിയർ പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വളരെ അതിശക്തമായ വേദനയും സ്വെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നീര് വയ്ക്കുകയും എവിടെ? ജോയിൻസിൽ നീര് വയ്ക്കുകയും ചെയ്യുന്നതാണ് എന്തിൻ്റെ ലക്ഷണം? സിംറ്റം. അതായത് സിംറ്റം എന്ന് വെച്ചാൽ ലക്ഷണം എന്തിൻ്റെ? റുമാറ്റോയിഡ് ആർത്രൈറ്റിസിൻ്റെ. ഇനി 269 ദ കോസ് ഓഫ് മസ്കുലർ ഡിസ്ട്രോഫി ഈസ് മസിൽസ് ഗെറ്റ് ഡാമേജ്ഡ്. അതായത് ഇനി നമ്മളോട് പറയുന്നത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന പ്രശ്നത്തിൻ്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പേശീക്ഷയം. അപ്പം കോസ് എന്ന് വെച്ചാൽ കാരണം. മസ്കുലർ ഡിസ്ട്രോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേശീക്ഷയം. ഈസ് മസിൽസ് ഗെറ്റ് ഡാമേജ്ഡ്, അതായത് നമ്മളുടെ മസിലുകൾ എന്താ ചെയ്യുന്നതിന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുർബലമായി തീരുകയോ അവയ്ക്ക് വേറെ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? മസ്കുലർ ഡിസ്ട്രോഫി അല്ലെങ്കിൽ പേശീക്ഷയം നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി 270 സിംറ്റംസ് ഓഫ് മസ്കുലർ ഡിസ്ട്രോഫി ഈസ് മസിൽസ് ബിക്കം വീക്ക്. അതായത് നമുക്ക് മനസ്സിലാക്കുക, മസ്കുലർ ഡിസ്ട്രോഫിയുടെ സിംറ്റം അല്ലെങ്കിൽ ലക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ മസിലുകൾക്ക് ശക്തി ക്ഷയിക്കുക എന്നുള്ളതാണ്. സിംറ്റം എന്ന് വെച്ചാൽ ലക്ഷണം എന്നുള്ളതാണ്. 271 കോസ് ഓഫ് സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്ക് ഈസ് ആൻ ഇഞ്ചുറി. അത് ഒരു മുറിവ് വിച്ച് ഈസ് കോസ്ഡ് ബൈ സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ലിഗമെന്റ്സ്. എന്താണ്? അപ്പം ഇവിടെ സ്പ്രെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന് ഉളുക്ക് എന്നുള്ളതാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ലിഗമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നാഡികളെയും അസ്ഥികളെയും തമ്മിൽ ബന്ധിപ്പിക്കുക. അപ്പം അവയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? രണ്ട് കാരണങ്ങൾ വരാം. ഒന്നുകിൽ അവയ്ക്ക് വലിച്ചലുണ്ടാവാം, സ്ട്രെച്ചിങ്, ഓർ ബ്രേക്കിംഗ്, അതായത് അവയ്ക്ക് പൊട്ടുകുന്നലുണ്ടാകാം. ഇത് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്കുണ്ടാകുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ കോസ് ഓഫ് സ്പ്രെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ് ഓഫ് സ്പ്രെയിൻ ഈസ്, അതായത് സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്കിൻ്റെ കാരണം എന്ന് പറയുന്നത് an injury
വിച്ച് ഈസ് കോസ്ഡ് ബൈ സ്ട്രെച്ചിങ്, അതായത് ഒരു മുറിവ് കോസ്ഡ് ബൈ കാരണമായി തീരുന്നത് എന്തുകൊണ്ടാണ്? സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ്, വലിയുകയോ അല്ലെങ്കിൽ പൊട്ടുകയോ ചെയ്യുന്നത്. ഓഫ് ലിഗമെന്റ് വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നത് കൊണ്ടാണ്. വിച്ച് കണക്ട് ദ ബോൺസ് ആൻഡ് ജോയിൻസ്, ഈ ലിഗമെന്റ്സ് എന്താണ് ചെയ്യുന്നത്? ബോണുകളെയും ജോയിന്റുകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ്. ഇനി 272 സിംറ്റംസ് ഓഫ് പെയിൻ ഈസ് പെയിൻ, സ്വെല്ലിംഗ് വേഴ്സസ് ഡിഫിക്കൽട്ടി ടു മൂവ് ദ ജോയിൻറ്റ്സ്. അതായത് നമ്മളിവിടെ പറയുന്നത് എന്താണ്? സിംറ്റം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ഈ സ്പ്രെയിനിൽ എന്തെല്ലാമാണ് സിംറ്റം അല്ലെങ്കിൽ ലക്ഷണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. വേദനയുണ്ടാകാം, വീക്കം ഉണ്ടാവാം, ചതവുണ്ടാവാം, സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? വേദനയുണ്ടാകാം, പെയിൻ, സ്വെല്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീരുണ്ടാകാം അല്ലെങ്കിൽ വീക്കം ഉണ്ടാകാം. മൂന്നാമതായിട്ട് ബർസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു തരത്തിലുള്ള ചതവുണ്ടാവാം. അതുപോലെ തന്നെ നമുക്കെന്താ? ഡിഫിക്കൽട്ടി മൂവ് ദ ജോയിൻറ്റ്സ്, അതായത് സന്ധികൾ മൂവ് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാം. അടുത്തതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന 273 ചോദ്യമാണ് വെർട്ടിബ്രൽ കോളം. ഓക്കെ, വെർട്ടിബ്രൽ കോളം ഈസ് ഓൾസോ നോൺ ആസ് ദ സ്പൈനൽ കോളം, അതായത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ മറ്റൊരു നാമമാണ് സ്പൈനൽ കോളം. സ്പൈൻ ഓർ ബാക്ക് ബോൺ ഈസ് ദ കോർ പാർട്ട് ഓഫ് ദ ആക്സിയൽ സ്കെൽട്ടൺ ഇൻ ദ വെർട്ടിബ്രേറ്റ് അനിമൽസ്. ഓക്കെ, വെർട്ടിബ്രൽ കോളത്തിന് പറയുന്ന മറ്റൊരു പേരാണ്, വാട്ട് ഈസ് അതർ നെയിം ഓഫ് വെർട്ടിബ്രൽ കോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്? സ്പൈനൽ കോളം എന്ന് പറയാം. ഇനി നമ്മൾ മനസ്സിലാക്കുക, സ്പൈൻ അല്ലെങ്കിൽ ഈ ബാക്ക് ബോൺ അല്ലെങ്കിൽ എന്താണ് പറയുന്നത്? ഈ ബാക്ക് ബോണിന് പറയുന്ന മറ്റൊരു പേരാണ് അല്ലെങ്കിൽ ഈ വെർട്ടിബ്രൽ കോളം നട്ടെല്ലിന് എന്ത് പറയുന്ന പേരാണ്? ഈ നട്ടെല്ലിന് എന്ത് സംഭവിക്കുന്നതാണ്? സ്പൈൻ ഓർ ബാക്ക് ബോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടെൽ ഈസ് ദ കോർ പാർട്ട് ഓഫ് ദ ആക്സിയൽ സ്കെൽട്ടൺ. അപ്പോൾ ആക്സിയൽ സ്കെൽട്ടൺ എന്ന് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു. അപ്പോൾ വാട്ട് ഈസ് ദ കോർ പാർട്ട് ഓഫ് ആക്സിയൽ സ്കെൽട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈൻ ഓർ ബാക്ക് ബോൺ എന്ന് നമ്മൾ പറയേണ്ടതാണ്. സ്കെൽട്ടൺ ഇൻ വെർട്ടിബ്രൽ അനിമൽസ്. വെർട്ടിബ്രൽ അനിമൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തരമുള്ള അനിമലാണ്? നട്ടലുള്ള അനിമൽസ്. അപ്പോൾ നട്ടലുള്ള അനിമൽസിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഭാഗം, സ്കെൽട്ടനോട് മുഖ്യമായിട്ടുള്ള ഭാഗമാണ് നട്ടെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, വെർട്ടിബ്രൽ കോളം ഈസ് ഓൾസോ നോൺ ആസ് സ്പൈനൽ കോളം. അതായത് വാട്ട് ഈസ് സ്പൈനൽ കോളം അല്ലെങ്കിൽ വാട്ട് ഈസ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് സ്പൈനൽ കോളം, അതായത് നട്ടെല്ലിന് പറയുന്ന മറ്റൊരു പേരാണ് വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് ഈ സ്പൈന് അല്ലെങ്കിൽ ബാക്ക് ബോൺ അല്ലെങ്കിൽ നട്ടെൽ ഈസ് ദ പാർട്ട് ഓഫ് ദ ആക്സിയൽ സ്കെൽട്ടൻ. അതായത് ഈ ആക്സിയൽ സ്കെൽട്ടൻ്റെ പാർട്ടാണ് എന്ത്? നട്ടെൽ എന്ന് പറയുന്നത്. ഏത് ജീവജാലങ്ങളിൽ? വെർട്ടിബ്രേറ്റ് അനിമൽസ്, അതായത് നട്ടെല്ലുള്ള ജീവജാലങ്ങളിൽ. ഓക്കെ, അടുത്തതായിട്ട് 274 ചോദ്യം. വെർട്ടിബ്രൽ കോളം ഈസ് എ പാർട്ട് ദാറ്റ് ഗീവൻ പ്രൊട്ടക്ഷൻ ടു ദ സ്പൈനൽ കോഡ് എലോങ് വിത്ത് സപ്പോർട്ട് ഓഫ് ദ ബോഡി. അതായത് ഈ വെർട്ടിബ്രൽ കോളം ഈസ് ദ പാർട്ട് ദാറ്റ് ഗീവ്സ് പ്രൊട്ടക്ഷൻ ടു സ്പൈനൽ കോഡ്. അതായത് സ്പൈനൽ കോഡിന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഈ വെർട്ടിബ്രൽ കോളം ഓക്കെ ഈ സ്പൈനൽ കോഡിന് അത് എന്ത് ചെയ്യുന്നു? സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, അവർ ബോഡി. അതായത് ഇത് എന്താ? വെർട്ടിബ്രൽ കോളം എന്തുകൊണ്ട് ചെയ്യുന്നു? ഈ പാർട്ട് ദാറ്റ് ഗീവ്സ് പ്രൊട്ടക്ഷൻ ടു ദ സ്പൈനൽ കോഡ്. ഈ സ്പൈനൽ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു സംഗതി, ഈ വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ നട്ടലിനുള്ളിലൂടെ ഒരു നാഡീവ്യൂഹം പോകുന്നുണ്ടല്ലോ, അതിനെയാണ് ഈ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അപ്പം അതിന് സപ്പോർട്ട് കൊടുക്കുന്നു, അതിനെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിക്ക് പ്രൊട്ടക്ഷനും നൽകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്ത്? വെർട്ടിബ്രൽ കോളം. അപ്പോൾ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വെർട്ടിബ്രൽ കോളം എന്ന് ചോദിച്ചാൽ it is a part that gives protection. Vertebral column gives protection to the spinal cord. Spinal cord നൽകുന്നു along with the support of the body. ശരീരത്തിന് സപ്പോർട്ട് നൽകുന്നു. ഇനി 275 ചോദ്യം. Each bone in the vertebral column is called vertebra. അതായത് നമ്മളുടെ ശരീരത്തിലെ ഓരോ ബോണുകളും, അതായത് ഈ വെർട്ടിബ്രൽ കോളം ഇങ്ങനെ പല ബോണുകൾ കൂടിച്ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ബോണിനും പറയുന്ന പേരാണ് എന്താണ്? വെർട്ടിബ്ര എന്ന് പറയുന്നത്. സോ ഈ വെർട്ടിബ്ര അല്ലെങ്കിൽ കശേരുക്കൾ എന്ന് പറയും. സോ വാട്ട് ഈസ് വെർട്ടിബ്ര എന്ന് വെച്ചാൽ ഈച്ച് ബോൺ ഇൻ ദ വെർട്ടിബ്രൽ കോളം ഈസ് കോൾഡ് വെർട്ടിബ്ര. അതായത് വെർട്ടിബ്രൽ കോളത്തിലുള്ള ഓരോ ബോണുകളെയും കൂടി വിളിക്കുന്ന പേരാണ് വെർട്ടിബ്ര എന്ന് വിളിക്കുന്നത്. The intervertebral discs are filled with a gel-like substance called nucleus
പൾപ്പൂസ്, അതായത് നമ്മളോട് ഇനി പറഞ്ഞിരിക്കുന്ന ഇൻ്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്ന ആ ഭാഗം, അതിനകത്ത് ഒരു തരം ജെല്ല് പോലെയുള്ള പദാർത്ഥമുണ്ട്. അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയസ് പൾപ്പൂസ്. അതായത് വാട്ട് ഈസ് ന്യൂക്ലിയസ് പൾപ്പൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ന്യൂക്ലിയസ് പൾപ്പൂസ് ഈസ് ദ ജെൽ ടൈപ്പ് സബ്സ്റ്റൻസ് ഫൈൻഡ് ഇൻസൈഡ് ദ വെർട്ടിബ്രൽ ഡിസ്ക്. അതായത് ഇൻസൈഡ് വെർട്ടിബ്രൽ ഡിസ്കിൻ്റെ അകത്ത് കാണപ്പെടുന്ന ജെല്ല് പോലെ അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥത്തിനെയാണ് ന്യൂക്ലിയസ് പൾപ്പസ് എന്ന് പറയുന്നത്. ഇനി 277, എ പെക്യൂലിയർ പാർട്ട് കോൾഡ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് വിച്ച് ഈസ് ഫിൽഡ് വിത്ത് എ ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ഓർ ന്യൂക്ലിയസ് പൾപ്പൂസ് ഈസ് ഫൗണ്ട് ഇൻ ബിറ്റ്വീൻ വെർട്ടിബ്രേറ്റ്. വേർ ഷാൽ ബി ഫൈൻഡ് ദ ന്യൂക്ലിയസ് പൾപ്പൂസ്. അതായത് ന്യൂക്ലിയർ പൾപ്പൂസ് കാണപ്പെടുന്നത് ഇൻ ബിറ്റ്വീൻ വെർട്ടിബ്രേറ്റിലാണ് ഇവ കാണപ്പെടുന്നത്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ അതായത് മധ്യത്തിലാണ്. ഇൻ ബിറ്റ്വീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യത്തിൽ, എന്തിൻ്റെ, ഈ വെർട്ടിബ്രേറ്റിൻ്റെ നടുഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി 278ാമത്തെ ചോദ്യം, ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ടു ദ വെർട്ടിബ്രൽ കോളം ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. സോ ഇവിടെ എന്താണ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്? അപ്പോൾ ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി, അതായത് വഴക്കം നൽകുന്നു, ടു ദ വെർട്ടിബ്രൽ കോളം, വെർട്ടിബ്രൽ കോളത്തിന് വഴക്കം നൽകുന്നു, ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം എക്സ്റ്റേണൽ ഷോക്സ്, അതുപോലെ തന്നെ പുറമേ നിന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത പാഠഭാഗത്തിലേക്ക് പോവുകയാണ്.